എന്തായിരിക്കും കാരണം? നമ്മുടെ ക്ലാസ്സിൽ മിസ് പറഞ്ഞു ഡീഹൈഡ്രേഷന്റെ കാരണം. എന്താണ് ഡീഹൈഡ്രേഷൻ? ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ആവശ്യമായ വെള്ളത്തിന്റെയും ഉപ്പിന്റെയും കുറവ് മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ്. എന്തായിരിക്കും ഇതിന് കാരണം? നിങ്ങൾ കെട്ടിട തൊഴിലാളികളെ കണ്ടിട്ടില്ല? അവർ വെയിലത്ത് കഠിനാധ്വാനം ചെയ്ത് അവരുടെ ഉള്ളിലെ വെള്ളവും ലവണവും നഷ്ടപ്പെട്ട് അതിനുള്ള അവർ വെള്ളം കുടിക്കുന്നതുമില്ല. എന്റെ ചേച്ചിന്റെ മോള് ഇതേപോലെ ഹോസ്പിറ്റലിൽ പോയിട്ട് വയറ്റിളക്കവും ശർക്കരക്കും ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ ഡോക്ടറും പറഞ്ഞിരുന്നു ഇത് ഡീഹൈഡ്രേഷന്റെ കാരണമാണെന്ന്. എന്താണ് ഡീഹൈഡ്രേഷന്റെ ലക്ഷണങ്ങൾ? നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവുകയും നമ്മുടെ തൊണ്ട വരളുകയും നമ്മുടെ യൂറിന്റെ അളവ് കുറയുമ്പോഴും വെള്ളം കുടിക്കാൻ അതിയായ തോന്നലും ഉണ്ടാകുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഇതിന് നമുക്കൊരു വഴി കണ്ടുപിടിക്കണ്ടേ? രണ്ടുപേരും ഹൈഡ്രാ ബാൻഡ് ധരിച്ചെടുത്തപ്പോൾ അതിന്റെ കളർ പിങ്ക് ആയിരുന്നു. റെസ്റ്റ് ചെയ്തിരുന്ന ആളുടെ കയ്യിലുള്ള ഹൈഡ്രാ ബാൻഡ് പിങ്ക് നിറമാവുകയും പുഷപ്പ് അടിച്ച ആളുടെ ഹൈഡ്രാ ബാൻഡ് പിങ്കിൽ നിന്നും ബ്ലൂ ആവുകയും ചെയ്യും. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അയാളുടെ ബോഡിയിൽ ഡീഹൈഡ്രേഷൻ സംഭവിക്കുമ്പോഴാണ്. വ്യായാമം ചെയ്ത് ഇൻസാഫിന്റെ കയ്യിലുള്ള ബാൻഡ് പിങ്കിന് നീല നിറമായല്ലോ. സോ അതിന്റെ പ്രിൻസിപ്പൾ എന്താണ്? ഈ ഹൈഡ്രാ ബാൻഡിന്റെ ഉള്ളിൽ കൊബാൾട്ട് ക്ലോറൈൻ എന്ന കോമ്പൗണ്ട് ആണ്. ഇത് നമ്മളുടെ ഉള്ളിൽ വെള്ളം ഉള്ളപ്പോൾ ഇത് പിങ്ക് കളറും നമ്മളുടെ ഉള്ളിൽ വെള്ളം തീർന്നു കഴിയുമ്പോൾ ഇത് പിങ്കിൽ നിന്ന് ബ്ലൂ കളറാവുകയും ചെയ്യും. അപ്പൊ ഈ നിറമാറ്റം വെള്ളം കുടിക്കാനും കൂടി ഓർമ്മപ്പെടുത്തലാണല്ലേ? അതെ, യു ആർ റൈറ്റ്. ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്നുമുള്ള വെള്ളത്തിന്റെ അളവും ഉപ്പിന്റെ അളവും കുറയുമ്പോൾ സംഭവിക്കുന്നതാണ്.